ഹലോ, എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സൂം ചെയ്ത് കാണുമ്പോൾ ഈ സ്ഥലം ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇതാണ് വാൻസി. ഇവിടെ ഒരു സുന്ദരമായിട്ടുള്ള ഒരു ലേക്ക് ഉണ്ട്. ബെർലിൻ എത്തിയിട്ട് ബെർലിൻ എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു ലേക്ക് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് വാൻസി ലേക്ക്. ഇത് ബെർലിൻ സ്റ്റേറ്റിൻ്റെ എൻഡിലാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ അധികമായിട്ട് ബെർലിൻ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് ബ്രാൻഡൻബർഗ് സ്റ്റേറ്റ് ആണ്. ഇത് തെറ്റാണെങ്കിൽ ആരെങ്കിലും കമൻറ്റ് ചെയ്യട്ടോ. ഇതിൻ്റെ സെറ്റപ്പ് അടിപൊളിയാണ്. ഇവിടെ ഒരു ലേക്ക് പ്ലസ് ചെറിയ ഗാർഡനൊക്കെ ഉണ്ട്. ഈവനിങ് ആകുമ്പോൾ പാരൻസിന് അവരുടെ ചിൽഡ്രൻസിനൊക്കെ കൊണ്ട് വരാൻ പറ്റും. ഇവിടെ നല്ല ഗ്രീനറി ഉണ്ട്. അടിപൊളി ടൈം സ്പെൻഡ് ചെയ്യാം, നമുക്ക് ഇരിക്കാം. നല്ല സീനിക് വ്യൂ ആണ്. ഒരു ദിവസം ഞാൻ എസ്ബാനിൽ പോകുമ്പോൾ ജസ്റ്റ് കണ്ടതായിട്ടോ ഈ ലേക്ക്. അപ്പോൾ ഇവിടേക്ക് വരാം, ഇത് ക്ലിയറായിട്ട് അടുത്തുനിന്ന് കാണാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത്. ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ ഫെറി സർവീസ് ഉണ്ട്. ഈ പ്ലേസ് വേറെ കുറേ പ്ലേസിനെയും കണക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഫെറിയിലെ ഇത് കാണുമ്പോൾ നമുക്ക് കൊച്ചി മെറൈൻ ഡ്രൈവിലുള്ള ബോട്ടിംഗ് ഒക്കെ ഓർമ്മ വരുന്നു. ഇപ്പം നമ്മുടെ നാട്ടിലും ഇങ്ങനത്തെ സെറ്റപ്പിൽ ഫെറി ഉണ്ടല്ലോ, ഫുൾ ക്ലോസ്ഡ് ആയിട്ട് AC ഒക്കെയുള്ള ഫെറി. നമ്മുടെ നാട്ടിലെ വാട്ടർ മെട്രോ പോലെ വീഡിയോ കാണുമ്പോൾ തോന്നൂല്ലേ. അന്നും പ്രത്യേകിച്ച് സൺലൈറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര ഗ്ലൂമി ക്ലൈമറ്റ് ആയിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ കസിൻ ബെർലിൻ വിസിറ്റ് ചെയ്യാൻ വന്നിരുന്നു. ഫ്രണ്ടിനാണെങ്കിൽ വർക്ക് ഉണ്ടായിരുന്നു, ഞാൻ ഫ്രീ ആയിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു കസിനെ ഒന്ന് ബെർലിൻ കാണിക്കാൻ. എനിക്ക് കുറച്ച് പ്ലേസേ അറിയുള്ളൂ, കാര്യം ഞാൻ ബെർലിനിൽ എത്തിയിട്ട് അധികം ആയിട്ടില്ല. അപ്പോൾ എനിക്ക് അറിയുന്ന പ്ലേസിൽ ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഞാൻ വരാത്ത പ്ലേസാണ്, പക്ഷെ എനിക്കറിയാം. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. വ്യൂ ഒരു രക്ഷയില്ല. വ്യൂ നല്ല അടിപൊളി വ്യൂ ആണ്. ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നു അറിയില്ല. ഈ ട്രീ കണ്ടപ്പോൾ ഭയങ്കര കൗതുകം തോന്നി. ഒരു പ്രത്യേക പാറ്റേൺ ഉണ്ട് ഈ ട്രീയിൽ, അല്ലേ? ഒരു ഐഡിയ ഇല്ലാതെ നമ്മളവിടെ പോയതാട്ടോ. അവിടെ പോയപ്പോഴാണ് മനസ്സിലായി ഫെറി സ്റ്റാർട്ട് ചെയ്യാൻ പോവുക. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തുകൊണ്ട് അടുത്ത അറ്റത്ത് പോയി നോക്കിക്കൂടാ എന്താ സ്ഥലം എന്ന്. അങ്ങനെ ഞങ്ങൾ ഫെറിയിലോട്ട് കയറി. നമുക്ക് ഡോയ്ഷ്ലാൻഡ് ടിക്കറ്റ് ഉണ്ടെങ്കിൽ ആ ടിക്കറ്റ് യൂസ് ചെയ്ത് പോവാട്ടോ. നമുക്ക് ഫെറിയിൽ കയറാനായിട്ട് പ്രത്യേകിച്ച് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത് ഡോയ്ഷ്ലാൻഡ് ടിക്കറ്റ് ഇല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ ടിക്കറ്റും എടുക്കാം. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫെറി സ്റ്റാർട്ടായി. നമുക്ക് ഫുള്ളി ക്ലോസ്ഡ് ആയതുകൊണ്ട് ഭയങ്കര സൗണ്ടോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഭയങ്കര സ്മൂത്ത് ആയിരുന്നു. എനിക്ക് തോന്നുന്നു വാട്ടർ മെട്രോയിലും ഇങ്ങനെ ആയിരിക്കും. ഞാൻ വാട്ടർ മെട്രോയിൽ പോയിട്ടില്ല. ഭയങ്കര ഷേക്കി അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് പോകാൻ പറ്റിയിരുന്നു. വ്യൂ ഒരു രക്ഷയില്ല. അന്ന് ലൈറ്റ് കുറവായിരുന്നു, അതുകൊണ്ട് ക്യാമറയിൽ എത്രത്തോളം നമുക്കത് പകർത്താൻ പറ്റിയെന്ന് അറിയില്ല. പക്ഷെ നേരിട്ട് കാണാൻ അടിപൊളി വ്യൂ ആയിരുന്നു. നമ്മൾ അടുത്ത എൻ്റെ എത്തിയപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ഇറങ്ങി. ഇത് അവിടുന്ന് വേറെ പ്ലേസിലും പോകുമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ ആക്ച്വലി അത് പോയില്ല. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ ക്രിസ്മസ് സീസൺ ആയിരുന്നു, അപ്പോൾ അടിപൊളി ക്രിസ്മസ് മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അധികം നേരം നിന്നില്ല, കാര്യം ഓൾമോസ്റ്റ് അത് രാത്രി ആവാറായി. ലൈറ്റ് പോയി നൈറ്റ് ആവാറായിട്ടുണ്ടായിരുന്നു. സമയം അധികം ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ വിചാരിച്ചു നേരെ ഇരുട്ടുണ്ടാകും, നമുക്ക് വേഗം തിരിച്ചു പോകാം വീട്ടിലേക്ക്. പിന്നെ അന്ന് ന്യൂ ഇയർ ഈവും ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ബ്രാൻഡൻബർഗ് പോകാനുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വേഗം അവിടെ നിന്ന് സ്ഥലം വിട്ടു. ആ ഫെറിയിൽ കയറി തന്നെ തിരിച്ചു പോയി. ജസ്റ്റ് അവിടെ നിന്ന് കയറി നെക്സ്റ്റ് എൻഡിൽ വന്നു. ഇവിടെ നിന്ന് കയറി നമ്മുടെ മെയിൻ സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ എത്തി. ക്രിസ്മസ് മാർക്കറ്റൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. തിരിച്ചു പോണ സമയത്തുള്ള വ്യൂ ആണിത്. അപ്പോൾ ഈ കുട്ടി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കും.